റിസൾട്ട് ഈസ് നോട്ട് ഗോയിങ് ടു ജഡ്ജ് അവർ ലൈഫ്. ഹായ് ഓൾ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് SSLC എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്നെപ്പോലെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ടിൽ എൻഡ്. കാരണം ഇപ്പോൾ പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലും യൂട്യൂബ് ചാനൽസിലും മറ്റും വരുന്ന ഒരു ന്യൂസാണ് വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കും, A+ൻ്റെ എണ്ണം കുറയ്ക്കും എന്നൊക്കെ. അത്യാവശ്യം കോൺഫിഡൻസ് ലെവലുള്ള കുട്ടികൾക്ക് പോലും ടെൻഷൻ തരുന്നൊരു ന്യൂസാണിത്. നമ്മളൊരു എക്സ്പെരിമെൻ്റൽ ബാച്ചാണ്. 9ൽ സിലബസ് മാറി, 10ൽ സിലബസ് മാറി, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഫുള്ള് മാറി. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ SSLC എക്സാമിൻ്റെ ദിസ് റിസൾട്ട് ഈസ് നോട്ട് ഗോയിങ് ടു ജഡ്ജ് അവർ ലൈഫ്. ഇതൊരിക്കലും നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന റിസൾട്ടൊന്നും അല്ല. അതുപോലെ നമുക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ, ഞാൻ റിസൾട്ട് പറയുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും, മറ്റുള്ളവരെന്ത് പറയും എന്നായിരിക്കും, അവരെന്ത് പറയും, ഇതെന്ത് പറയും എന്നൊന്നും ആലോചിച്ച് ടെൻസ്ഡ് ആവണ്ട. കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. നമുക്ക് +1 അഡ്മിഷൻ കിട്ടിയത് റിസൾട്ടിനെ ബേസ് ചെയ്താണ്. സോ പരീക്ഷ എഴുതി കഴിഞ്ഞു, റിസൾട്ട് കൊടുത്തു, ഇനി അതിനെപ്പറ്റി ബോധേഡാവണ്ട. റിസൾട്ട് എന്തും ആയിക്കോട്ടെ അതിനെ ഫേസ് ചെയ്യുക. അതാണ് ഒരു കോൺഫിഡൻസ്, അതൊരിക്കലും കളയാൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ ഈ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ ആവും. റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള റിസൾട്ടായിരിക്കും, ഭയങ്കര സന്തോഷം തരുന്ന റിസൾട്ടായിരിക്കും. അപ്പോൾ ഈ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ ആവില്ലേ. സോ എല്ലാം ശുഭമായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഇതെല്ലാം SSLC ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.